സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 2 മണിക്കൂർ പിന്നിടുകയാണ് പോളിംഗ് ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം 7% പോളിംഗ് ശതമാനം ഉയർന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതായത് ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും മികച്ച പോളിംഗ് എന്നതാണ് സാഹചര്യം. പലയിടങ്ങളിൽ ഇപ്പോഴും നീണ്ട നിര കാണാനുണ്ട്. കാലാവസ്ഥ അതിശക്തമായ ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പുള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് ഒരുപക്ഷേ വരുന്ന മണിക്കൂറുകളിൽ ഇനി ഉണ്ടായേക്കാം. ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനം കുറഞ്ഞേക്കാം. പക്ഷേ വൈകിട്ടോടുകൂടി വീണ്ടും പോളിംഗ് ഉയരും. പോളിംഗ് സ്റ്റേഷനുകൾ മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ആണ്. രാവിലെ മുതൽ വലിയ തിരക്കാണ് പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം പൊതുവിൽ ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രമുഖരൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, മറ്റ് പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, ഒപ്പം തന്നെ സിനിമാ രംഗത്തുള്ള പ്രമുഖർ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ, ഒപ്പം കക്ഷി സഭാ നേതൃത്വങ്ങളിലുള്ളവർ, ഒപ്പം തന്നെ ജാതി സംഘടനകളുടെ നേതാക്കൾ, ഇവരൊക്കെ സംസ്ഥാനത്ത് പ്രധാനമായും വോട്ടിംഗ് പ്രക്രിയയിൽ അവരൊക്കെ പങ്കെടുത്ത് മടങ്ങുകയാണ്. എന്തായാലും എല്ലാവരും ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. പരമാവധി ആളുകൾ പോളിംഗ് ബൂത്തിലെത്തണം. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ അവകാശം വിനിയോഗിക്കേണ്ട ദിവസമാണ്. ഓരോ വോട്ടും വളരെ പ്രധാനമാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം തന്നെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് സമ്മതിദാന അവകാശം വിനിയോഗിക്കണം. പുതിയ കേരളത്തെ, വരുന്ന 5 വർഷത്തെ കേരളത്തെ ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അതിശക്തമായ ജനാധിപത്യ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നവമി ദിനേശ് ഉണ്ട്. നവമി, എന്താണ് എറണാകുളം ജില്ലയുടെ പൊതുവായ സാഹചര്യം? പോളിംഗ് സംബന്ധിച്ച് ഏറെ ശക്തിയായ പോരാട്ടം നടക്കുന്ന ജില്ലയാണ്. എങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനുകളുടെ ഒരു അവസ്ഥ? സജിത്ത്, ഗുഡ് മോർണിംഗ്. രാവിലെ മുതൽ തന്നെ എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെയും വിവിധ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓരോ സമയങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്, വോട്ടർമാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടമ്മമാരൊക്കെ കൂടുതലും വരുന്നത് ഈ ഉച്ച സമയത്താണ്. നമ്മുടെ ഊണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം സാവധാനം വരാനാണ് കൂടുതൽ ആളുകളും ഒക്കെ തയ്യാറെടുക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് YMCA എറണാകുളം സൗത്ത് കടവന്ത്ര പോളിംഗ് ബൂത്തിലാണ്. ഇവിടെയും ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. എങ്കിൽ പോലും ആളുകളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ ഭവനാവകാശം ഏർപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അത് രാഷ്ട്രീയമല്ല, നമ്മുടെ ജീവിതവും. കൃത്യമായൊരു രാഷ്ട്രീയം എന്തായാലും ഉണ്ട്. അത് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. എന്റെ ആവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്തായാലും നമ്മുടെ അവകാശം അത് വിനിയോഗിക്കുക എന്ന ഉത്തരവാദിത്വം അത് ഓരോ പൗരനുമുണ്ട്. അവരെല്ലാവരും തന്നെ ഇങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എറണാകുളം ജില്ലയുടെ പൊതുവെയുള്ള സാഹചര്യം കൂടി നമുക്ക് ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ജില്ലയിലാകെ 25,03,842 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,18,707 പുരുഷ വോട്ടർമാരും 12,85,108 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. 27 ട്രാൻസ്ജെൻഡേഴ്സുമുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്, 1,97,711. ഏറ്റവും കുറവ് എറണാകുളം മണ്ഡലത്തിലാണ്, 1,36,222. അങ്ങനെയാണ് ഈ ആളുകളുടെ വോട്ടർമാരുടെ നില പരിശോധിക്കുമ്പോൾ. എന്തായാലും സജിത്ത്, രാവിലെ തന്നെ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ശേഷം പാലക്കാട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട്ടിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട്, വോട്ടിന് പണം എന്ന വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഈ ലംഘനമുള്ളതിനാൽ, അല്ലെങ്കിൽ ഈ ഒരു ചട്ടം ഉള്ളതിനാൽ കൂടുതലൊന്നും പറയാൻ ഇല്ല എന്ന് ഇന്നലെ പറഞ്ഞു. പക്ഷേ ഇന്ന് അദ്ദേഹം വ്യക്തമായി തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞു. താൻ ദുർബലനാണെന്നൊക്കെ ആദ്യം അവിടെയുള്ള എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ് പ്രഖ്യാപിച്ചു. പിന്നീട് എന്തിനാണ് തന്നെ ഭയക്കുന്നത്, തനിക്കെതിരെ 10-ാം തീയതി എന്തോ വലിയ സംഭവം, എന്തോ ആരോപണമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കേണ്ടത്. അതിനെയൊന്നും രമേശ് പിഷാരടി ഗൗരവത്തിലെടുക്കുന്നില്ല. അവിടെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള വിധി എഴുതുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രമേശ് പിഷാരടി ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു UDF തരംഗം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കെ ബാബുവും, തൃപ്പൂണിത്തുറയിലെ മുൻ MLA ആയിട്ടുള്ള കെ ബാബുവും അവിടെ
വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അവരവരുടെ മണ്ഡലങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി. ഇനി സിനിമാ താരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ പൃഥ്വിരാജ് തേവരയിലുള്ള തന്റെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് നിർവഹിച്ചു. പൃഥ്വിരാജും ഒപ്പം സുപ്രിയയും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നമ്മൾ മമ്മൂട്ടിയാണ് കാത്തിരിക്കുന്നത്. മമ്മൂട്ടി കൃത്യം 10:30 തന്നെ തന്റെ പോളിംഗ് ബൂത്തിലേക്ക് എളമക്കരയിലുള്ള പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവമി വരാം. എന്തായാലും മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തട്ടെ. ഇപ്പോൾ ഫാത്തിമ തെഹലിയ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണും. അതെ, ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇത്തവണ കേരളം UDF ഭരിക്കും. 100%. ഞാൻ നേരത്തെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അതിറങ്ങിയപ്പോൾ മുതൽ ഞാൻ നിങ്ങളോട് ആ അനുഭവങ്ങൾ പങ്കുവച്ചതാണ്. അവിടെയുള്ള ആളുകളെല്ലാം റെഡി ഫോർ എ ചേഞ്ച് എന്നുള്ള രൂപത്തിലാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത്. പലരും രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആത്മവിശ്വാസം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനകളിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിലായി വഴിപാടും പള്ളികളിലും കുർബാനകളിലും ഒക്കെ അവർ നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഐ എം സോ ഹാപ്പി. എനിക്ക് ആ ആളുകളുടെ വികാരം, സ്നേഹം അതിനൊക്കെ കാരണമാവാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. നല്ല തിരക്കാണ് എല്ലാ ബൂത്തുകളും. എന്തെങ്കിലും ഒരു ട്രെൻഡോ സൂചനയാണോ? അതെ, ഞാൻ നിരീക്ഷിച്ചപ്പം അതിരാവിലെ തന്നെ വലിയ ക്യൂ കാണുന്നുണ്ട്. അത് വലിയ മാറ്റത്തിന്റെ ഒരു കാരണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുകൾ എത്ര പെട്ടെന്ന് ഇനിയിപ്പം മെയ് 4 വരെ കാത്തിരിക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല. അവരെല്ലാം തിടുക്കത്തിലാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. അതെ, തീർച്ചയായിട്ടും. അതാ പറഞ്ഞത്, വലിയ ലോങ് ക്യൂ, അതുപോലെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്, അവരെത്ര തിരക്ക് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള റീസൺ ആ ട്രെൻഡ് UDFന് അനുകൂലമാണെന്നുള്ളതാണ്. വിവാദങ്ങൾ ചർച്ചയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ചർച്ചയാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ ഗ്രോത്ത്, അവരുടെ വികസനം, ആ നാടിന്റെ മുന്നോട്ടുള്ള യാത്ര, അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വോട്ടേഴ്സിനെ കാണുമ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് LDF കാൻഡിഡേറ്റ്സിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതത്ര വില പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു വീഡിയോന്റെ പേരിൽ ഒരു പരാതി ഇന്നലെ നൽകിയായിരുന്നു. ഒരു വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് വീടില്ല എന്ന് പറഞ്ഞിട്ടുള്ള, അതിൽ ആ വീട്ടിലെ ഉടമയുടെ മകൻ ഒരു മിലിറ്ററി ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. അല്ല, ആ പരാതിക്കുള്ള മറുപടി എനിക്ക് നോട്ടീസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ടു ദാറ്റ്. മനഃപൂർവ്വമായിരുന്നു അങ്ങനെ ഒരു? അല്ലല്ല, മനഃപൂർവ്വമാണോ എന്ന് വെച്ചാൽ അതിന്റെ പിന്നാലെ നിങ്ങൾ പോയി നോക്കിയാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഞാൻ ഒരിക്കലും ഫോൾസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല. അതെന്റെ ലൈഫിൽ ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ നിങ്ങൾക്കറിയാം, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ചെന്നപ്പം അവിടെയുള്ള ആളുകളെക്കുറിച്ച്, അവിടെയുള്ള വോട്ടേഴ്സിന്റെ അവസ്ഥയെക്കുറിച്ച്, നാടിനെക്കുറിച്ച്, എന്താണ് അവർക്ക് ഡെഫിഷ്യൻസി ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യാനും സംസാരിക്കാനുമാണ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ആ പ്രധാനമന്ത്രിയോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഇരുന്ന ഫോട്ടോ ചില മാധ്യമങ്ങൾക്ക് അരോചകമായി. അവർ അത് കവർ ചെയ്തില്ല. അതിനുശേഷം കാർഷിക വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ നമ്പർ 1 നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.